സദസ്സിനെ ആകെ പിടിച്ചിരുത്തിയ ഒരു പ്രകടനം. കാണികളുടെ നെഞ്ചു പൊള്ളിച്ച, കരയിച്ച ഒരു നാടകത്തെയും അതിലെ കഥാപാത്രത്തെയും പരിചയപ്പെടാമേ. കണ്ടവരുടെയൊക്കെ ഉള്ളുപൊട്ടി. ചിലർ കരഞ്ഞു. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ പട്ടിയായി വെള്ളാർമല സ്കൂളിലെ അമൽജിത്ത് നിറഞ്ഞായി. ഞാനൊരു ചെറിയൊരു നടനാണ്, പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആക്ടർ ഇയാളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡയലോഗ്സ് പറയാം, കരയാം, ചിരിക്കാം, വില്ലനാകാം, എളുപ്പമാണ് ഒരു ആക്ടർക്ക്. പക്ഷേ മനുഷ്യരൂപത്തിലല്ലാതെ മറ്റൊരു ക്യാരക്ടറിന് എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് ഒരുപാട് നാടകങ്ങളിൽ പട്ടിയും മൃഗങ്ങളൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഇത്രയും ഗംഭീരമായിട്ട് അയാളുടെ പട്ടിയുടെ കരച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകും. നിലയ്ക്കാത്ത കയ്യടികൾക്കിടയിൽ നിൽക്കുമ്പോഴും അധ്യാപകർ അവനെ ചേർത്ത് പിടിക്കുമ്പോഴും എന്തോ ഒന്ന് അവനെ കൊളുത്തി വലിക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ചങ്ക് പൊട്ടുന്നൊരു മറുപടി. പട്ടീനെ കുറിച്ച് അറിയിച്ച ബ്രൗണി ബ്ലാക്കി രണ്ടുപേരും പോയി. അരങ്ങിലാടിയ നിമിഷങ്ങളിൽ എപ്പോഴും ബ്രൗണിയുടെയും ബ്ലാക്കിയുടെയും ഓർമ്മകൾ അവനിലെത്തിയിട്ടുണ്ട്. അവൻ ഈ ദുരന്തത്തിൽപ്പെട്ട് മരണത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോകുന്നൊരു കുട്ടിയാണ്. അവൻ മുങ്ങി താന്ന് മണ്ണിലൊലിച്ചു പോയപ്പോൾ ആരോ കയ്യിൽ പൊക്കിയെടുത്തതാണ്. അവനും എൻ്റെ പട്ടിയും കൂടി ഒലിച്ചു പോയത്. അവിടെ പട്ടി പോയി, ഇവനെ കിട്ടി. അതുകൊണ്ട് തന്നെ ആ പട്ടിയുമായിട്ടുള്ള വലിയ ആത്മബന്ധമുള്ള ആളായിരുന്നു. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ നായക്കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പക്ഷേ നാടകം വന്നപ്പോൾ സ്വാഭാവികമായും ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മളവനെ നായയാക്കിയത്. അവൻ്റെ ഒരു രൂപമൊക്കെ വെച്ച് ആക്കിയത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ അവൻ ആ നായയായി തന്നെ മാറുകയായിരുന്നു. അമൽജിത്തിന് മാത്രമല്ല, പലരിലും അവരുടെ വളർത്തുമൃഗങ്ങളുടെ സ്നേഹവും ഓർമ്മകളും എത്തി. നല്ല നാടകമായിരുന്നു. നമുക്കും ഇതുപോലൊരു പട്ടിയുണ്ട്, അതിനെ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം. മക്കൾക്കും അതുപോലെയാണ്, നമ്മളെ വീട്ടിലൊരംഗത്തെ പോലെയാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര ആദ്യം എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പട്ടികളെ, പക്ഷെ ഇപ്പം അവൻ നമ്മളെ വീട്ടിലൊരംഗത്തെ പോലെയാണ്. അത് നമുക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇമോഷണലായി പോയത്. ആ സിറ്റുവേഷനിൽ നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെയുള്ളവർക്ക് കൂടുതലത് ഫീൽ ചെയ്യുമെന്നോ. നാടകത്തെയും വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പ്രകടനത്തെയും കുറിച്ച് പറയാൻ എല്ലാവർക്കും 100 നാവ്. നല്ല അടിപൊളിയായിരുന്നു. നല്ല ഇമോഷൻ വരുന്നൊരു നാടകമാണ്. എനിക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് വളരെ ഉത്തമമാണ്. കുഞ്ഞുങ്ങളുടെ വളരെ പത്രാസില്ലാത്ത നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. ഞാൻ വെള്ളപ്പൊക്കത്തിൻ്റെ ടെലിഫിലിം കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പോൾ ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കായിരുന്നു ആ പയ്യനത് എങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്ന്. പക്ഷേ ആ കുട്ടി വളരെ നന്നായിട്ടത് ചെയ്തു. ആ പട്ടിയായിട്ട് അഭിനയിച്ച പയ്യൻ. ചില ജീവിതങ്ങൾ, ചില കലാസൃഷ്ടികൾ ഇങ്ങനെയാണ് നമ്മളെ കൊളുത്തി വലിച്ചുകൊണ്ടേയിരിക്കും. ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ രോഹിൻ രാജിനൊപ്പം VSN ന്യൂസ് മലയാളം.